ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ കല്യാണം എങ്ങാനും മുടക്കിയാൽ ഇതിന് ഞാൻ കൊന്നു കളയും. ഹരിയുടെ ജീവിതം നീ നശിപ്പിച്ച് കളയുമ്പോൾ അത് വേറെ ആരെങ്കിലും കയ്യിലിട്ട് എടുക്കുന്നോ, കരുതലോടെ നോക്കുന്നു എന്നൊക്കെ നീ ആലോചിക്കണമായിരുന്നു. അത് കാണുമ്പോഴുള്ള നിന്റെ അസൂയ അത് ഒരു തരം മെൻ്റൽ പ്രോബ്ലമാണ്. ഭ്രാന്തമായ ഒരു അവസ്ഥ എന്താണെന്ന് അറിയാമോ? അവർ പറയുന്നത് ഒച്ചത്തിലങ്ങോട്ട് പറയും, പിന്നെ കുറേ കഴിയുമ്പോളെ ഒരാളും അങ്ങോട്ട് ശ്രദ്ധിക്കാതെയും വരും. മോൾ ഒരു കാര്യം ചെയ്തിരുന്നു, ഒരുപാടങ്ങ് ചിന്തിച്ചു കൂട്ടാതെ അകത്തോട്ട് ചെല്ല് എന്നൊക്കെ പറഞ്ഞ് അമ്മാവനിപ്പോൾ വീണെ അകത്തോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് രാത്രിയായിരിക്കുന്നു. ഹരിയാണെങ്കിൽ വിവാഹത്തെ പറ്റി ആലോചിക്കുമ്പോൾ നിത്യ അവിടേക്ക് വന്നിരിക്കുന്നു. നിത്യ വന്നിരിക്കുന്നത് ടെൻഷനോടെ ഹരിയുടെ തൊട്ടരികിലിരുന്നു. ഹരി, നാളെ രജിസ്റ്റർ ഓഫീസിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ നിയമപരമായിട്ട് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാകും. പിന്നെ ഒരിക്കലും നമുക്ക് ഈ കുരുക്കിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നിത്യ പറയുന്നു. ഞാനിതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഹരി പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട്, കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി ആദ്യം ഒരു വിവാഹം, പിന്നെ അവരെയും വിശ്വസിപ്പിക്കാൻ പിന്നെ ഇതും. ഒന്ന് പൊട്ടിത്തെറിക്കാനോ പൊട്ടിക്കരയാനോ സ്വാതന്ത്ര്യം പോലും ഇല്ലാതായല്ലോ എന്നൊക്കെ നിത്യ പറയുകയും നിത്യ ഹരിയുടെ കാൽക്കൽ വീഴുകയും ചെയ്യുന്നു. ഹരി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഒരു നിമിഷം എനിക്ക് മാറി ചിന്തിച്ചൂടെ എന്ന്. പറ്റില്ല, എൻ്റെ മനസ്സ് അതിന് പാകപ്പെടുന്നില്ല, എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്ന് നിത്യ ചോദിക്കുന്നു. എൻ്റെ ഏറ്റവും വലിയ ചങ്ങാതിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ മിണ്ടാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കൈകൂപ്പി ഹരി നിത്യയോട് മാപ്പ് ചോദിച്ചു. അതല്ലാതെ ഇപ്പോൾ പരസ്പരം എന്താണ് ഈ അവസ്ഥയിൽ പറയുന്നത്? എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ലോകത്തിൽ ആർക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന്. നമുക്കും അങ്ങനെ പറയാം എന്ന് നിത്യ പറയുന്നു. കുറെ വായിച്ചു കൂട്ടിയിട്ടുണ്ട്, കുറെ എഴുതി കൂട്ടിയിട്ടുണ്ട്, പക്ഷെ അതിലൊരു വരി പോലും എനിക്കിപ്പോൾ തോന്നുന്നില്ല. ശൂന്യതയാണ്, വല്ലാത്തൊരു ശൂന്യത. നിത്യ പറയുന്നു, ഒരു രാത്രിയുണ്ട് നമ്മുടെ മുന്നിൽ, നമ്മൾ തോൽക്കണോ ജയിക്കണോ എന്ന് ദൈവം തീരുമാനിക്കട്ടെ എന്ന് നിത്യ പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് സുജാത ശരവണനും ജ്യോതിക്കും ഭക്ഷണം വിളമ്പുകയാണ്. അവൻ കഴിക്കാൻ വരാത്തത് എന്താണെന്ന് ചോദിക്കുന്നു. കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട, വെറുതെ ചെന്ന് വിളിച്ചെന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ജ്യോതി പറയുമ്പോൾ സുജാത പറയുന്നു, കഴിക്കാൻ കൂടെ വിളിച്ചില്ലെങ്കിൽ അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ? നാളെ രാവിലെ രജിസ്ട്രേഷൻ കഴിയുന്നത് വരെ ആരെന്ത് കാണിച്ചാലും ക്ഷമിച്ചല്ലേ പറ്റൂ എന്ന് സുജാത പറയുന്നു. ആ ഒരു പ്രശ്നത്തിന് ശേഷം മുറിയിലുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് ശരവണൻ പറയുമ്പോൾ സുജാത പറയുന്നു, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന്. അമ്മ ഇവിടെ ഇരിക്കെ, ശരവണൻ നോക്കിയിട്ട് വരും എന്ന് ജ്യോതി. നിത്യച്ചോട്ടുള്ള ദേഷ്യം അമ്മയോടെയാണ് കൂടുതൽ ഏട്ടൻ പ്രകടിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് പോകണ്ടെന്ന് പറഞ്ഞത് എന്ന് ജ്യോതി. ഇതേ സമയം ശരവണൻ ജീവനെ നോക്കാൻ മുറിയിലേക്ക് പോകുന്നു. ഡോറിന് തട്ടി വിളിക്കുന്നുണ്ട്. കതക് തുറന്ന് അകത്തേക്ക് കയറി. അവിടെ ജീവനെ കാണുന്നില്ല. അവര് മുറിയിലില്ലെന്ന് ശരവണൻ പറയുന്നു. അവിടെയൊക്കെ നോക്കുന്നുണ്ട്, എങ്ങോട്ട് പോയിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ, ഇവിടെങ്ങും ഇല്ലെന്ന് സുജാത പറയുന്നു. കല്യാണം കൺമുന്നിൽ കാണണ്ടെന്ന് പറഞ്ഞ് എങ്ങോട്ടെങ്കിലും പോയതായിരിക്കുമെന്ന് ജ്യോതി പറയുമ്പോൾ സുജാത പറയുന്നു, അത്തരം തോന്നലുകൾ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ അവൻ തന്നെ മുന്നിട്ടിറങ്ങുമോ? കാണാതിരിക്കുമ്പോൾ ഒരു പേടിയാണ് തോന്നുന്നത്. ആഹാരം കഴിച്ചതിന് ശേഷം ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് ശരവണൻ പറയുമ്പോൾ സുജാത പറയുന്നു, വേണ്ട ശരവണ, പിന്നെ നീ പോയിട്ട് വരുന്നത് വരെ ആർക്കും ഒരു സമാധാനവും കാണില്ല. ഒരു കാര്യം ഉറപ്പാണ്, അവൻ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട്. നാളത്തെ ഒരു ദിവസം കടന്നു പോകുന്നത് എന്തൊക്കെയോ കുഴപ്പങ്ങളിലൂടെ ആയിരിക്കും. ആഗ്രഹിക്കാൻ പാടില്ല, പറയുന്നതും തെറ്റാണ്, പക്ഷേ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഏട്ടൻ പഴയതുപോലെയൊന്നും ആയിരുന്നെങ്കിൽ. കുറച്ചു ദിവസത്തേക്ക് ഓർമ്മ നഷ്ടപ്പെട്ടാൽ അതിപ്പോ ഒരു വലിയ ആശ്വാസമല്ലേ എന്ന് ജ്യോതി പറയുമ്പോൾ സുജാത പറയുന്നു, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ തന്നെ പിന്നെ ഓർമ്മ വരുമ്പോൾ അവൻ ഇതിനേക്കാൾ വയലന്റ് ആയിരിക്കും, എപ്പോൾ വേണമെങ്കിലും കയറി വരുമെന്നും സുജാത. സൂക്ഷിക്കണം, കരുതലൊന്നും ഇല്ലെങ്കിൽ അവൻ ചതച്ചു കളയും. ഇതേ സമയം ഹരിക്കും അമ്മാവനും ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് നിത്യ. മക്കള് കഴിച്ചോ എന്ന് ഹരി ചോദിക്കുമ്പോൾ അമ്മയുടെ അടുത്താണെന്ന് പറയുന്നുണ്ട്. അമ്മ നോക്കിക്കോളുമെന്നും നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു, കുട്ടികളെ തനിച്ചങ്ങോട്ട് വിടണോ എന്ന്. ജീവന്റെ കാര്യം ഒരു വ്യക്തതയില്ലാത്തോണ്ട് പറഞ്ഞതാണ് എന്ന് ഹരി. ജീവന് ഇതുവരെ കുട്ടികളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ എന്നൊക്കെ നിത്യ. അതില്ല എന്ന് ഹരി പറയുമ്പോൾ നിത്യ പറയുന്നു, അങ്ങനെ ആലോചിച്ച് പേടിക്കാനാണെങ്കിൽ എന്തൊക്കെയുണ്ട്. വലിയ വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന മണ്ണ് പോലും ഇനിയൊന്നും ഉണ്ടാകില്ല എന്ന സമാധാനത്തോടെയാണ് ആളുകൾ കിടന്നുറങ്ങുന്നത്. നിത്യയോടും കഴിക്കാനായി പറയുന്നു. അങ്ങനെ അവർ കഴിക്കുന്ന സമയത്ത് അമ്മാവൻ ചോദിക്കുന്നു, അല്ല മോളെ, വീണ ഭക്ഷണം കഴിച്ചായിരുന്നോ? സാധാരണ ഒറ്റയ്ക്കിരുന്ന് കഴിക്കാറാണ് പതിവ്, പക്ഷെ ഇന്ന് അടുക്കളയിലൂടെ കണ്ടില്ലെന്നൊക്കെ നിത്യ. പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവന്നായിരുന്നോ എന്നും അമ്മാവൻ ചോദിക്കുന്നു. ഇല്ലെന്ന് നിത്യ. വിളിച്ചു നോക്കാം എന്ന് നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു, കഴിച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയെന്ന്. ഈ സമയത്ത് അവളുടെ തലയിൽ എന്തെങ്കിലും കുരുട്ടുബുദ്ധി ഓർത്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് അമ്മാവൻ പറയുന്നുണ്ട്. നാളത്തെ ദിവസം അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണല്ലോ. നാളത്തെ കാര്യത്തെക്കുറിച്ച് എനിക്കും സംസാരിക്കാനുണ്ട് എന്ന് നിത്യ പറയുമ്പോൾ അമ്മാവന് പറയുന്നു, എന്തുകൊണ്ട് സംസാരിക്കാൻ? നാളത്തെ കാര്യത്തെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട, അതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. ദൈവം അത് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും അതിൽ വരുത്തത്തില്ല എന്ന് പറയുമ്പോൾ മുകളിൽ ഒരു ശബ്ദം കേട്ടു. എന്താ അത്? വീണയുടെ മുറിയിൽ നിന്നാണല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ നിത്യ അവിടേക്ക് കയറി ഓടുന്നു.
പിറകെ ഹരിയും പോകുന്നു. വീണയുടെ ആ വാതിൽക്കൽ ചെന്ന് വിളിക്കുകയാണ് നിത്യ. അകത്തെന്തോ സംഭവിച്ചിരിക്കുന്നുണ്ട്, ഡോറ് ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്നൊക്കെ നിത്യ പറയുന്നു. ഇതൊക്കെ നാളത്തെ ദിവസത്തേക്കുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നൊക്കെ അമ്മാവൻ പറയുന്നുണ്ട്. അമ്മാവനൊന്നും മിണ്ടാതിരിക്കെ വീണയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും വാതിൽ തുറക്കാൻ നോക്ക് എന്നെ നിത്യ, എങ്ങനെയെങ്കിലും വാതിൽ ചവിട്ടി പൊളിക്കേ എന്നൊക്കെ നിത്യ പറയുന്നു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് തന്നെ ഹരി ആ വാതിൽ തുറക്കുന്നു. വീണ അവിടെ ബോധം കെട്ട് കിടക്കുന്നതാണ് കാണുന്നത്. വീണയുടെ വായിൽ കൂടി പത വരുന്നുണ്ട്, പിന്നെ ബോധവും പോയിരിക്കുന്നു. ഇത് ഫിക്സ് വന്നതായിരിക്കാമെന്ന് ഹരി പറയുമ്പോൾ ഇവളെ ഏതെങ്കിലും റോഡിന്റെ വക്കത്ത് കൊണ്ടുപോയി വെക്കണം, അവിടെ കിടന്ന് ചത്തോട്ടെ എന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ അമ്മാവൻ പറയുന്നു. അമ്മാവനൊന്നും മിണ്ടാതിരുന്നേ. ഒരാൾക്ക് ഒരു ആപത്ത് വന്നാൽ അതിനു മുമ്പിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണോ വേണ്ടത്? എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ. ഒന്നിനെ കുറിച്ച് മിനി ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല, ഒരു ജീവന്റെ പ്രശ്നമാണ് എന്ന് നിത്യ പറയുന്നു. ആ സോഫയിൽ വീണ ഇരുത്തിയിട്ട് എങ്ങനെയെങ്കിലും ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ അവളുടെ അഭിനയമാണ് എന്നൊക്കെ അമ്മാവനും പറയുന്നു. അമ്മയോടൊന്നും പറയാമെന്ന് നിത്യ പറയും. എന്തിനാ അവരെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്ന അമ്മാവൻ ഒരു താക്കോല് കൊണ്ടുവന്ന് ഹരി വീണയുടെ കയ്യിൽ കൊടുക്കുന്നു. നീ താക്കോല് കൊടുക്കരുത്, അവളുടെ ഉള്ളിൽ അല്പമെങ്കിലും ബോധം ഉണ്ടെങ്കിൽ ആ താക്കോൽ അവൾ തിരിച്ചു തരില്ലെന്ന് അമ്മാവൻ പറഞ്ഞു. കുട്ടികൾ അവിടേക്ക് വന്നിട്ട് പറയുന്നു, ഞങ്ങളൊരു കാര്യം കാണിച്ചു തരട്ടെ എന്ന്. ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എന്ന് ഹരി. ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടെന്ന് കുട്ടികൾ പറയുന്നു. ഇതൊന്ന് കണ്ടു നോക്കിയാൽ അപ്പോൾ മനസ്സിലാകും എന്ന് ആദി. അങ്ങനെ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. നേരത്തെ കുട്ടികൾ ഫോണും എടുത്തുകൊണ്ട് ഈ വീട്ടിലെ എല്ലാ ഭാഗവും വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ വീട് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യാൻ എന്നൊക്കെ കല്യാണി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഭാഗവും വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികൾ നേരെ വീണയുടെ മുറിയിലേക്കായിരുന്നു വന്നത്. അവിടെ എല്ലാം ഷൂട്ട് ചെയ്യുന്നു. ഈ സമയം ഇതറിയാതെ വീണ അവിടേക്ക് വന്നു. രണ്ടുപേരും അവിടെ ഒളിച്ചിരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആദി വീണ ചെയ്യുന്നതെല്ലാം മൊബൈലിൽ പകർത്തിയത്. യഥാർത്ഥത്തിൽ ഇത് വീണയുടെ അഭിനയം തന്നെയായിരുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.